ഡിജിറ്റൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി വാങ്ങാനായിട്ടാണ് അദ്ദേഹം ഗൾഫ് റിട്ടേൺ ആണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു വിദേശത്ത് ക്രിപ്റ്റോ വാല്യൂകളാണ്, അപ്പൊ അതുപോലെ തന്നെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം, ഓതറൈസ്ഡ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ മണി ഉപയോഗിച്ചിട്ട് അദ്ദേഹം ക്രിപ്റ്റോ വാങ്ങി. ഇപ്പൊ 57 ലക്ഷം രൂപ വാങ്ങാൻ വിലയുണ്ട് ബിറ്റ്കോയിൻ. അപ്പോൾ അത്തരം ക്രിപ്റ്റോ കുറച്ചധികം വാങ്ങിയിട്ട് ഇദ്ദേഹം ഇത് സെയിൽ ചെയ്യാൻ ഡോളറായിട്ട് കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം വാങ്ങിയത് വ്യാജമായിരുന്നു. അങ്ങനെ ആ ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ വ്യാജ സൈറ്റുകളിലൂടെയാണ് അതും സംഭവിച്ചിരിക്കുന്നത്. വ്യാജ ആപ്ലിക്കേഷൻ ആയിരുന്നു. സൈറ്റിലാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ, നമ്മുടെ ഫോണിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിലൂടെയാണ് അത് നടത്തിയത്. അപ്പം അത് രണ്ടാമത്തെ മോഡൽ. ഇനി മൂന്നാമത്തെ എണ്ണം വരുമ്പോഴത്തേക്ക് ലോൺ കൊടുക്കാവുന്നതാണ്. ചെറുതനെ പോയ കേസ്, ചെറുതനെ 5 ലക്ഷം രൂപ, ചെറുതനല്ല പള്ളിപ്പാട് 5 ലക്ഷം രൂപ, 22 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞ കേസ്. 5 ലക്ഷം രൂപ ഒരു ഹൗസിംഗ് ലോൺ എടുത്തിട്ട് 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തതിന് ശേഷം അവർക്ക് വീട് പണിയാനായിട്ട് 20 ലക്ഷം രൂപ വേണം ടോട്ടൽ. അതിനൊരു 5 ലക്ഷം രൂപ കൂടി തരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവര്, അപ്പൊ ഈ ഫ്രണ്ട് നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ചാറ്റ് ഫ്രണ്ട്സിനോട് നമ്മൾ മെസ്സഞ്ചറിലൂടെ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ വീട് വെക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വീട് വിറ്റിട്ടുണ്ട്, ആ പൈസ ഇങ്ങനെ ചെയ്തിരിക്കണം, ബാക്കി പൈസ കൊണ്ട് വീട് വെക്കാൻ പറ്റും എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർ ഉടനെ പെട്ടെന്ന് അടുത്ത ഇങ്ങോട്ട് അവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ബജാജ് ഫിൻസർവിന്റെ ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ ഒരാൾ വരുന്നു. ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ലോൺ മിനിമം പൈസയ്ക്ക് ലോൺ തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒന്ന് ലോണിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുപ്പിക്കുന്നു. ആപ്ലിക്കേഷൻ കൊടുത്ത് ലോണിന് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ വാങ്ങിയതിനു ശേഷം അവർ പറഞ്ഞു നിങ്ങൾ കുറച്ച് പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്, പ്രോസസ്സിംഗ് ചാർജ് നിങ്ങൾക്ക് ലോണിന്റെ എമൗണ്ടിനോടൊപ്പം തന്നെ തീരത്തില്ല. അപ്പൊ 5 ലക്ഷം രൂപയെ ലോൺ എമൗണ്ട് ഉള്ളൂ. ആ 5 ലക്ഷം ലോൺ എമൗണ്ടിന്റെ ഒപ്പം തന്നെ പ്രോസസ്സിംഗ് ചാർജ് തീരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഏകദേശം 5 ലക്ഷം രൂപയോളം പ്രോസസ്സിംഗ് ചാർജ് അവർ വാങ്ങിയിട്ട് 10 ലക്ഷം രൂപ അപ്പൊ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പൈസ ചോദിച്ചപ്പോഴത്തേക്ക് വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ അലോട്ട് ചെയ്തിരിക്കുന്നത് 5 ലക്ഷമല്ല 20 ലക്ഷത്തിന്റെ ലോണാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ബാക്കി എമൗണ്ട് കൂടി അടച്ചിട്ട് 20 ലക്ഷം ഒന്നിച്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് അവർ നാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നെല്ലാം സ്വർണം വാങ്ങി പണയം വെച്ചു, പൈസ കൊടുത്തു. ലോൺ വാങ്ങാൻ ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഈ സാധനം വ്യാജമാണെന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞത് മൂന്ന് തരത്തിൽ